മണിന്റെ ഫിലോസഫി നമ്മൾ അധികം അറിയില്ല എന്നുള്ളതാണ് സത്യം. നമ്മളവിടെ പഠിപ്പിക്കണമെന്നില്ല. സ്ട്രേഞ്ചേഴ്സ് നമ്മൾ ഇങ്ങനെ കോപ്പറേറ്റ് ചെയ്യാൻ കാരണം ഈ മണി എന്നുള്ളൊരു അബ്സ്ട്രാക്ട് ഐഡിയ ഉള്ളതുകൊണ്ടാണ്. മണി ഇപ്പോൾ 500 നോട്ടിന് വില ഉള്ളത് നമ്മുടെ ചുറ്റുള്ള സൊസൈറ്റി, നമ്മുടെ ചുറ്റുള്ള മനുഷ്യന്മാരും. ഇപ്പോൾ ഇന്ത്യയിലാണെങ്കിൽ 500 രൂപന്റെ റിസർവ് ബാങ്കിന്റെ ഒരു കറൻസി എല്ലാവരും ഷെയർ ചെയ്ത് അതിന് വാല്യൂ ഉണ്ട് എന്ന് വിശ്വസിക്കുന്നതുകൊണ്ടാണ് അത് വർക്ക് ചെയ്യുന്നത്. നമ്മൾ കണ്ട ഏറ്റവും ഓൾഡസ്റ്റ് സ്ക്രിപ്റ്റേഴ്സ് എല്ലാം ലെഡ്ജേഴ്സ് ആണ്. ലെഡ്ജേഴ്സ് പറഞ്ഞാൽ കണക്ക് പുസ്തകങ്ങളാണ്. ഗോൾഡ് അല്ലെങ്കിൽ പ്രഷ്യസ് മെറ്റൽസ് ആയിരുന്നു ഫസ്റ്റ് ഫോം ഓഫ് മണി. പിന്നീടാണ് ഈ പ്രോമിസറി നോട്ട്സ് ഒക്കെ ഇറങ്ങുന്നത്. സുമേരനായിക്കോട്ടെ 1000-10,000 വർഷം മുമ്പ് ഇവൻ പാറമ വരെ എഴുതി വെച്ചിരിക്കുന്നത് പറഞ്ഞാൽ ലെഡ്ജേഴ്സ് ആണ്. ഒരു ട്രൈബ് മറ്റേ ട്രൈബിന് ഇത്ര ഗ്രെയിൻസ് കൊടുത്തു, പകരം ഇത്ര പശുവിനെ കൊടുത്തു എന്നുള്ളതാണ്. സോ ഹൗ ഓൾഡ് ഈസ് മണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അറിയില്ല. ഇറ്റ്സ് ഓൾഡസ്റ്റ് ടെക്നോളജി. ഇറ്റ് ഈവൻ പ്രീഡേറ്റ്സ് സ്ക്രിപ്റ്റേഴ്സ്. എഴുത്തുണ്ടാവുന്നതിന് മുമ്പ് ജനറേഷനൊക്കെ ആവും എന്ത് ഈ പ്രോമിസറി. നമുക്കൊന്ന് വളരെ ഓക്കെ ആണല്ലേ ഈ കറൻസി എന്നുള്ളത്. സിവിലൈസേഷൻ സൊസൈറ്റി പോയിട്ട് ഗോൾഡ് തന്നോളെ പകരം ഒരു പേപ്പർ തരാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അക്സെപ്റ്റ് ചെയ്യൂല അല്ലേ, അക്സെപ്റ്റ് ചെയ്തിരുന്നില്ല. അന്ന് ഈ ഫിക്സ്ഡ് ആയിരുന്നു. ഒരു ഔൺസ് ഗോൾഡിന് ഇത്ര $, എന്നുള്ളത് ഫിക്സ്ഡ് വാല്യൂ ആയിരുന്നു.